എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോപ്പിനൊപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹോപ്പിനൊപ്പിന് എന്താ പറയുക, 4 സെന്റൻസുകളാണ് മെയിനായിട്ട് വരുന്നത്. അതൊരു ഹവായും പ്രയർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ട്, പൈസ ഇപ്പോൾ നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ച് തരാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോണ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു ചിട്ട് കിട്ടാനുണ്ട്, അങ്ങനെ നമുക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പൈസ തിരിച്ച് ലഭിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഹോപ്പിനൊപ്പിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ സാധാരണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും മണിയെ പറ്റി പറഞ്ഞു. ഹോപ്പിനൊപ്പനോ മണി എന്ന് പറഞ്ഞ ഏരിയയിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ കൊടുത്ത പൈസ എങ്ങനെ തിരിച്ചു കിട്ടാം. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന പൈസ ഉണ്ടായിരിക്കുമല്ലേ, ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് നമുക്ക് തരണം എന്നുണ്ടായിരിക്കും, പക്ഷെ ആ വ്യക്തിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് വരുന്നത് ബ്ലോക്ക് ആയിട്ട് കിടക്കല്ലേ. ചിലപ്പോൾ ആ വ്യക്തി മനഃപൂർവ്വം നമുക്ക് തരാതിരിക്കും, ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനോ ചതിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് തരാണ്ടിരിക്കണതുണ്ടായിരിക്കും. അങ്ങനെ പല കേസുകളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ കേസ് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഹോപ്പിനൊപ്പന ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, ഹോപ്പിനൊപ്പന എന്നുള്ളത് മെയിൻ 4 സെന്റൻസ് ആണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ ഹോപ്പിനൊപ്പയുടെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും പോയി കാണുക. എന്നാലാണ് ഞാൻ പറയണത് മനസ്സിലാവുള്ളൂ, എന്തിനാണ് ഈ 4 സെന്റൻസ് പറയണത് എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഈ മണിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ എം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി എന്നാണ് പറയേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നത്തെ കേസിൽ നമുക്ക് ഒരാൾ തരണ്ടേ അല്ലെ, നമ്മുടെ ആ ഒരു പൈസ കൈവശം വെച്ചേക്കുന്ന ആൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്കൊരു രാജു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ പൈസ തരാനുള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കൊടുത്തു, ആ പൈസ കിട്ടുന്നില്ല, നമുക്ക് എത്ര ചോദിച്ചിട്ടും നമ്മൾ വിളിക്കുന്നു, ആൾ ഫോൺ എടുക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, പൈസ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആ രാജു എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്ക് എന്ത് തോന്നും? ഭയങ്കര ദേഷ്യം തോന്നും അല്ലേ? അപ്പൊ ആ ഒരു ദേഷ്യം ഫീല് മാറ്റിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഹോപ്പിനൊപ്പിനെ പറയാൻ പോവാണ്. നമുക്കറിയാം ഹോപ്പിനൊപ്പിന്റെ പ്രത്യേകത എന്താണ്. ഞാനത് പറയുമ്പോൾ ആ എന്റെ ചുറ്റുമുള്ള വ്യക്തികൾ പോലും ഹീലാവുന്നു. അതാണ് ഹോപ്പിനൊപ്പിനെ പറയുന്നത്, ഈ ഒരു ഹവായൻ പ്രയറിന്റെ പ്രത്യേകത. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രാജു എന്ന് പറഞ്ഞ ആള് നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദേഷ്യം, അയ്യോ എനിക്ക് അയാൾ തന്നില്ലല്ലോ, അയാൾ എന്ത് ദുഷ്ടനാണ്, അയാൾ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നതിനേക്കാൾ പകരം നമ്മൾ ഹോപ്പിനൊപ്പിനെ പറയാൻ പോവാണ്. എങ്ങനെയാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം സോറി രാജു, പ്ലീസ് ഫോർഗിവ് മീ രാജു, താങ്ക് യു രാജു, ഐ ലവ് യു രാജു. ഓക്കെ, രാജുവിന് കുറെ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് തരാൻ പറ്റാത്തത്. ഒന്നില്ലെങ്കിൽ മനഃപൂർവ്വം ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരു 108 തവണ എന്നും ഇരുന്ന് പറയുക. ഓക്കെ, വളരെ ഫീലിങ്ങോടുകൂടെ, ഐ എം സോറി രാജു, പ്ലീസ് ഫോർഗിവ് മീ രാജു, താങ്ക് യു രാജു, ഐ ലവ് യു രാജു. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റൊക്കെ നമുക്ക് തോന്നുന്നത്, എന്തത് എനിക്ക് ദേഷ്യം, അത്രയും ദേഷ്യമുള്ള ആളാണ്, എന്നെ കുറെ നാളായി എന്നെ നടത്തിക്കുന്നു, എന്നിട്ട് അയാൾ തന്നില്ല എന്നൊക്കെ ഫസ്റ്റ് തോന്നും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക, റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ആള് നമുക്ക് പൈസ തരാൻ തുടങ്ങും. കാരണം ഇത് പറയുമ്പോൾ അദ്ദേഹം ഹീലാവാണ്. അപ്പൊ അദ്ദേഹത്തിന് ആരെങ്കിലും കയ്യിൽ നിന്നും പൈസ തന്നിട്ട് വേണം നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ ആ പൈസ അദ്ദേഹത്തിന് ലഭിക്കും. അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് അദ്ദേഹത്തിന് മാറും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മാറും. ഓക്കെ നമുക്ക് തരണം എന്നുള്ള ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് വരാൻ തുടങ്ങും. കാരണം നമ്മൾ ആളെ ഹീൽ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെയും മാറും. അപ്പോൾ നമുക്ക് തരാനായിട്ട് അദ്ദേഹം ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും പൈസ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കൂ. എന്നിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റിൽ പറയണം എങ്ങനെയുണ്ടായിരുന്നു. വളരെ ഫീലിങ്ങോടുകൂടെ, ഐ എം സോറി ആ വ്യക്തിയുടെ പേര്, പ്ലീസ് ഫോർഗിവ് മീ ആ വ്യക്തിയുടെ പേര്, താങ്ക് യു ആ വ്യക്തിയുടെ പേര്, ഐ ലവ് യു ആ വ്യക്തിയുടെ പേര്. ഇത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. കാരണം ഹോപ്പിനൊപ്പം അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രയർ രീതി തന്നെയാണ്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഈസ് റോഷ്നി മേനോൻ സൈനിങ് ഓഫ്.